ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ BJP വോട്ട് മറിച്ചു എന്നൊരു ആരോപണം ഇനി പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 53 വോട്ട് കൂടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തി ക്രൈസ്തവ മേഖലയിൽ നിന്നും പരമാവധി വോട്ട് പിടിക്കാം, മലയോര മേഖല ഒക്കെയുള്ള പ്രദേശമായതുകൊണ്ട് അത് സാധിക്കും എന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായില്ലേ? കഴിഞ്ഞ തവണത്തേക്കാൾ 53 വോട്ടാണോ കൂടിയത്? ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 160 വോട്ടുകളോളം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 2021 ഞങ്ങൾക്ക് അവിടെ 8500 വോട്ടാണ് കിട്ടിയത്. ഇത്തവണ ഞങ്ങൾക്ക് അവിടെ 8658 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 158 വോട്ടുകളുടെ വർധനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ കൗതുകം, ഈ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ട് വർദ്ധിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി BJP ആണ് എന്നുള്ളതാണ്. അവിടെ ജയിച്ചു എന്ന് പറയുമ്പോഴും UDF അവിടെ 1000 വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. LDF സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. 14500 വോട്ടുകളോളം അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറയാണ് ചെയ്തിട്ടില്ലെങ്കിൽ BJP മാത്രം അവരുടെ ഫോർട്ട് കാത്തു എന്ന് മാത്രമല്ല, വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആനുപാതികമായിട്ടുള്ള വോട്ടുകൾ വർദ്ധിപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് 5% വോട്ടാണ് അവിടെ ഉള്ളത്. 3000 പുതിയ വോട്ടർമാരാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 5% എന്ന് പറയുന്നത് 150 ഞങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഈ തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു പഴുതുമില്ല. ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരു ദീർഘമായിട്ടുള്ള ഉത്തരം പറഞ്ഞതിൽ നിന്ന് 1 മിനിറ്റ് 21 സെക്കൻഡ് അടർത്തി എടുത്തുകൊണ്ട് അദ്ദേഹം മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മേലെ കെട്ടിവെക്കുന്നതൊന്നും മര്യാദയല്ല എന്നീ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഈ ഫലത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒന്ന്, അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 10 വർഷമായിട്ട് LDF സിറ്റിംഗ് മണ്ഡലമാണ് നിലമ്പൂര്. ആ മണ്ഡലത്തിൽ വളരെ ദയനീയമായിട്ടുള്ളൊരു പരാജയം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 14000 വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, 9% വോട്ട് ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അരുൺകുമാർ ഈ ചർച്ചയിൽ പറയുന്നു 2006 ഞങ്ങൾക്ക് 69,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് 60,000 വോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ വട്ടം കിട്ടിയിട്ടുള്ള 66,000 വലിയ വോട്ടാന്ന് പറഞ്ഞാൽ ഈ സമയത്തുള്ള വോട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം ആലോചിക്കണം. 1,60,000 വോട്ടുകൾ മാത്രമാണ് 2006 തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റേർഡ് പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾ ഉണ്ടായിരുന്നത്. അന്നത്തെ 69,000 അല്ല, 1,74,000 ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ള സമയത്തുള്ള 66,000 എന്ന് പറയുന്നത്. അതായത് 2011 മുതൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും LDF 45% താഴെ വോട്ട് മേടിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂര്. അത് 2011 45% വോട്ടുണ്ട്, 2016 47% വോട്ടുണ്ട്, കഴിഞ്ഞ തവണ 46% വോട്ടുണ്ട്. അവിടെ നിന്നാണ് സ്വരാജിനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥി, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള മോശമുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്നോ പോരായ്മയുള്ള സ്ഥാനാർത്ഥിയാണെന്നോ പറയാൻ കഴിയാത്ത ഒരാൾ, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ വോട്ട് 37%ലേക്ക് പോകണം. 9% ഇടിയാണ്. അദ്ദേഹത്തിന് എല്ലാ പഞ്ചായത്തുകളും, കേരളായി ഒഴിച്ചിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളും, സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം ബൂത്തിൽ വരെ വോട്ട് കുറയുന്ന സാഹചര്യത്തിൽ LDF-നെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറയാവുന്ന കാര്യമാണ്. അത് LDF-ന് അതിൽ എന്തെങ്കിലും ഒരു ഡിഫൻസ് ക്ലെയിം ചെയ്യാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അതേസമയം ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ മുഴുവൻ ആനുകൂല്യവും നേടിയെടുക്കാൻ UDF-ന് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. UDF വിജയം നേടിയെന്നുള്ളത് സാങ്കേതികമായി ശരി തന്നെയാണ്. 10,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ തോത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വോട്ടുകളല്ല UDF-ന് കിട്ടേണ്ടിയിരുന്നത്. മുൻപ് ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും UDF-ന്റെ മാർജിൻ വളരെ കുറവാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇപ്പൊ തൃക്കാക്കരയിലാണെങ്കിൽ 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിക്കുന്നത്. പുതുപ്പള്ളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 37,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. ഏറ്റവും അവസാനം നടന്നിട്ടുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,800 വോട്ട്, ഏതാണ്ട് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത്. എന്നാൽ 15,000-ന് മുകളിലേക്ക് 20,000-ന് അടുത്തേക്കുള്ള ഒരു സംഖ്യയിലേക്ക് എത്താൻ UDF-ന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ ആന്റി ഇൻക്യുമൻസിയുടെ യഥാർത്ഥ ഗുണഭോക്താവായിട്ട് PV അൻവർ മാറുകയും ചെയ്തു. അതായത് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. ആ വിരുദ്ധ വികാരം പക്ഷെ കൊടുക്കേണ്ടത് UDF-നാണെന്ന് ജനങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. UDF-നോടും ആ തരത്തിലുള്ള ചില വിപരീതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവർ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മൂന്നാമതൊരു സ്ഥാനാർത്ഥിക്ക് ആന്റി ഇൻക്യുമൻസി വോട്ടുകൾ ഗ്യാദർ ചെയ്യാൻ സാധിച്ചത്. ഇവിടെ നോക്കുമ്പോൾ PV അൻവർ പ്ലസ് LDF എന്ന് പറയുന്നത് ഇപ്പോഴും UDF-നേക്കാൾ കൂടുതൽ വോട്ടുകളാണ്. അതായത് PV അൻവർ LDF-ന്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ UDF-ന് ജയിക്കാൻ കഴിയുമെന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് പഴുതില്ലാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം KPCC പ്രസിഡന്റിന് PV അൻവറിനെ പോലെ ഇത്രയും വോട്ടുകൾ നേടുന്ന ഒരാളെ മാറ്റി നിർത്താൻ സാധിക്കില്ല, അദ്ദേഹത്തെ UDF-ന്റെ ഭാഗമാക്കുന്ന കാര്യം പരിഗണിക്കേണ്ടി വരും, ആ വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത്. നേരെ തിരിച്ച് പക്ഷേ ശങ്കുട്ടിദാസ്, അതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ UDF-ഉം PV അൻവറും ചേർന്ന് മത്സരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 35,000-ന്റെ ഭൂരിപക്ഷമൊക്കെ ലഭിക്കുമായിരുന്നല്ലോ
എന്ന വിലയിരുത്തൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ PV അൻവർ സഹകരിച്ച് നേടുന്ന വോട്ട്, അപ്പോൾ അത് PV അൻവറിന്റെ ക്രെഡിറ്റിലേക്ക് പോകും. PV അൻവറിന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ UDF അവിടെ അപ്രസക്തമാവുകയാണ് ചെയ്യുക. അപ്പോൾ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അപ്രസക്തരാക്കിക്കൊണ്ട് അത് ഹൈജാക്ക് ചെയ്യാൻ PV അൻവർ എന്ന നേതാവിന് സാധിക്കും. അദ്ദേഹത്തിന് അതിനുള്ള കുശാഗ്ര ബുദ്ധിയുമുണ്ട്. ഇപ്പോൾ നോക്കൂ, PV അൻവറിൻ്റെതായി തെളിയിക്കാൻ പറ്റി, അപ്പുറത്ത് UDFിൻ്റെതായി തെളിയിക്കാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള സഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അത് ആലോചിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ വാതിൽ അടച്ചിട്ടാണ്, അത് തുറക്കണോ എന്നുള്ള കാര്യത്തിൽ UDF കൂട്ടായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, അത് നിങ്ങളുടെ റീഡിംഗ് ആണ്. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വായനകൾക്ക് സാധ്യതയുണ്ടല്ലോ. ഞാൻ ആ കാര്യത്തെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. PV അൻവറിനെ കൂടെ നിർത്തണം എന്നുള്ളതായിരുന്നു ലീഗിന്റെ അഭിപ്രായമായിട്ടുണ്ടായിരുന്നത്. പാണക്കാട് കുടുംബം ആ അഭിപ്രായം ഉള്ളവരായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ആ വിഷയത്തിൽ പലതവണ മധ്യസ്ഥതയിൽ പോലും ഏർപ്പെട്ടിട്ടുണ്ട്. PV അൻവർ പലതവണ UDFിനെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. എന്നാൽ PV അൻവറെ കൂടെ നിർത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് PV അൻവർക്ക് മാത്രമല്ല മുഴുവൻ സംവിധാനത്തിനും പോകുമെന്നും തന്റെ നേതൃത്വത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ നടത്തി വിജയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വരുത്തേണ്ട ആവശ്യം ചിലർക്ക് ഉണ്ടായിരുന്നു എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഒരു താൻപോരിമയുടെ ഏകാധിപത്യത്തിന്റെ പ്രദർശനമായിട്ടാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടതെന്നും അക്കാര്യത്തിൽ UDFിനുള്ളിൽ തന്നെ എതിരഭിപ്രായം ഉണ്ടെന്നും വിമർശനങ്ങളുണ്ടെന്നും ആവട്ടെ, അത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുണ്ടോ നവാസെ? കാരണം അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ ഊഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല ശങ്കുട്ടിദാസ്, ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞങ്ങൾ വളരെ കൃത്യമായ വിഷയത്തിലൊക്കെ വളരെ കൃത്യമായി ഇന്നും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് പറഞ്ഞതാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെയായിരുന്നു. അത് ശരിയല്ലല്ലോ. തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അൻവറിനെ കൂടെ കൂട്ടിയാൽ നന്ന്, അത്രയും കൂടുന്നെങ്കിൽ നന്ന് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീടുള്ള പ്രതികരണങ്ങളും ഞങ്ങൾക്ക് അഭിപ്രായം ഇപ്പോഴുണ്ടെന്നേ. ഞങ്ങൾ ഇന്നും പറയുന്നതല്ലേ, ഞങ്ങളിതാ ഇന്ന് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് വിജയാഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ എന്താണ്, ഈ പറയുന്ന PV അൻവറിന് കിട്ടിയ വോട്ട് അത് ഈ സർക്കാർ വിരുദ്ധ വോട്ടുകളാണ്, അതും കൂടി നമ്മുടെ കൂടെ വേണമായിരുന്നു. എവിടെ ഞങ്ങൾ PV അൻവറുമായി ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ PV അൻവർ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവിടെ UDF എന്ന് പറയുന്ന ഒരു സംഘടന, കാലങ്ങളായി കേരളത്തിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ബേസിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ഒരു പക്ഷേ ശങ്കുട്ടിദാസ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ ചേർത്തിരുന്നുവെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ച് പോവാതെ ഒരുമിച്ച് നിർത്താമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ഞങ്ങളെ കോൺഫിഡൻസിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ 10,000-ൽ പരം ഭൂരിപക്ഷം. അതിനെ മറ്റു രൂപത്തിൽ വായിച്ചെടുക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇത്ര തെളിഞ്ഞ ഒരു ചിത്രം നിൽക്കുന്ന കാലത്ത് ശങ്കുട്ടിദാസിനെ പോലെ ഒരാൾ തെളിഞ്ഞൊരു ദിവസത്തിൽ അങ്ങനെ വായിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഞാൻ പറയാണ്. ശരി, ഇനിയിപ്പോൾ എന്തായാലും അൻവറിന്റെ പാർട്ടിയുടെ നിലപാടാണല്ലോ അറിയേണ്ടത്. എന്റെ ഊഴം കഴിഞ്ഞോ? താങ്കൾ പൂർത്തിയാക്കിയില്ലേ? അല്ല, എന്റെ ഊഴം കഴിഞ്ഞു. അല്ല, പറഞ്ഞു പൂർത്തിയാക്കാൻ ഇനി എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ശരി, പറയൂ. അല്ല, അതിനിടയിൽ അദ്ദേഹം ഇടപെട്ടതാണ്. ശരിയാണ്. ഇന്ന് UDF ജയിച്ചിട്ടുള്ള ദിവസമാണ്. ആ UDFിന്റെ വിജയത്തിൽ മുസ്ലിം ലീഗിന് പ്രധാനമായിട്ടുള്ള ഒരു അവകാശവാദമുള്ള ദിവസമാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ അത് ലീഗിന്റെ കൂടി വിജയമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്ന് കരുതി ലീഗിന്റെ പ്രതിനിധിക്ക് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇടപെടാനുള്ള അവസരം കൊടുക്കണമെന്ന് അർത്ഥമില്ല. ചർച്ചയിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള സമയം തരികയാണ് വേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് ശരി ആവട്ടെ. ശരി, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ഞാൻ നടത്തിയത് എൻ്റെ ഒരു വിലയിരുത്തൽ, എൻ്റെ ഒരു നിരീക്ഷണമാണ്. നമ്മൾ വസ്തുതകൾ വെച്ചുകൊണ്ട് പറയുന്ന ഫാക്ച്വൽ അനാലിസിസും ഉണ്ട്, നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വിലയിരുത്തലും വെച്ച് പറയുന്ന അഭിപ്രായങ്ങളും ഉണ്ട്. എൻ്റെ അഭിപ്രായം എപ്പോഴും നിങ്ങൾക്ക് യോജിച്ചോളന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ അർത്ഥമില്ല. അത് മറ്റൊരു വിഷയം. ശരി, അങ്ങ് പറഞ്ഞ പല കാര്യത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് വർഗീയതയുടെ വിജയമാണെന്ന് പറയുന്നത് വലിയ എന്തോ തെറ്റായിട്ട് അങ്ങ് പറയുന്നുണ്ട്. ശരിയാണ്. എന്താ പറയുക, PDP പോലത്തെ ഒരു പാർട്ടിയെ കൂടെ കൂട്ടിയിട്ടുള്ള CPM-ന് ഒരു പക്ഷേ ഇതിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൂടെ കൂട്ടിയതിൻ്റെ വർഗീയതയെ പറ്റി പറയാനുള്ള അവകാശമില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് പുറമെ ജമാഅത്തെ ഇസ്ലാമിനെ പോലെ ഹുക്കുമത്തില്ലാഹി എന്ന് പറയുന്ന മതരാഷ്ട്ര സ്ഥാപനം പ്രഖ്യാപിത ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഒരു സംഘടനയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ട് ആ വിജയത്തിൽ വർഗീയ ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന് പറയുന്നത് മഹാപരാധമാണ് എന്നങ്ങ് ദയവായി പറയരുത്. 50.6%, അതായത് 51% ഉള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി അതായത് സമുദായത്തിന്റെ പിന്തുണ മാത്രം പോരാ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാമുദായിക സംഘടനയുടെ പിന്തുണ മാത്രം പോരാ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടി കൃത്യമായിട്ടുള്ള പിന്തുണ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി പിന്തുണ നേടി വളരെ കൃത്യമായിട്ടുള്ള മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഇങ്ങനെ പച്ച വർഗീയത രാഷ്ട്രീയ പാർട്ടി
മുസ്ലിം ലീഗ് ആ മുന്നണിയിലെ ഭാഗമാണല്ലോ. മുസ്ലിം ലീഗ് ആ മുന്നണിയിലെ ഒരു പാർട്ടിയാണല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. അത് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ഞാൻ പറയുന്നത് കേൾക്കൂ. മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ മാത്രം പോരാ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമുദായിക പാർട്ടിയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ മാത്രം പോരാ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്തുണ കൂടി വേണം, ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ കൂടി വേണം. എന്നതുകൊണ്ടാണ് ലീഗ് പോരാതെ ജമാഅത്തെ ഇസ്ലാമിനെ കൂടി വാചകത്തിന്റെ അർത്ഥത്തെ പോലും ഒരു ബോധവും താങ്കൾക്കില്ല. ശങ്കുട്ടിദാസ് പറയുന്ന വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് ബോധം പോലും താങ്കൾക്കില്ലല്ലോ. ശരി, ഞാൻ ഈ സുഗുലേക്ക് പോകുന്നു. ശ്രീ സുഗു, നോക്കൂ ഒരു മിനിറ്റ്, ഞാനൊന്ന് സുഗുലേക്ക് വാചകത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറയുന്നില്ല മൗലാന മൗദൂദി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെ ഞങ്ങൾ തള്ളി പറയുന്നുണ്ട്. അവരുടെ ഈ പറയുന്ന മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളെ ഞങ്ങൾ ശങ്കുട്ടിദാസ് ഇവിടെ സ്വതന്ത്രമായി നടക്കാൻ പറ്റുമോ? നമുക്ക് വിടാതെ എത്ര ദിവസമായി കേവലം 3000-ഓളം വരുന്ന ഒരു സംവിധാനം, 3000-ഓളം വോട്ട് വരുന്ന ഒരു സംവിധാനത്തെ ഇങ്ങനെ വലുതാക്കി സംസാരിക്കാൻ ഇവിടെ BJP-യും CPM-ഉം മത്സരിക്കുകയാണ്. എനിക്കൊരു മിനിറ്റ് തരൂ. ശ്രീ നവാസിന് ഞാൻ ഡയറക്റ്റ്ലി തന്നെ ഉത്തരം പറയാം. ഈ ഗാന്ധി വധത്തിന് ഉത്തരവാദിയായിട്ടുള്ള നാഥുറാം വിനായക ഗോഡ്സെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തള്ളി പറയാൻ ഞാൻ തയ്യാറാണ്. നാഥുറാം വിനായക ഗോഡ്സെ ചെയ്തത് തെറ്റാണെന്ന് അയാളെ ഞങ്ങൾ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്നില്ലെന്നും അയാളെ ഞങ്ങൾ തള്ളിക്കളയുന്നെന്നും പറയാൻ ഞാൻ തയ്യാറാണ്. ഒരു ജമാഅത്തുകാരനെ ജമാഅത്തിന്റെ കീഴിൽ കൊണ്ട് കെട്ടിയിടാൻ പറ്റില്ല. ആ രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുമ്പോൾ അത് മുസ്ലിം ന്യൂനപക്ഷം അതെങ്ങനെ കാണുന്നു എന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. Debate with Smriti Parathikkad.